കണ്ടോ ഞാൻ ചെറിയുള്ളി നട്ടിട്ടുണ്ടായത് എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കിയതാ 1 2 3 4 5 ഇതവിടെതാ ഇതെല്ലാം ഉള്ളിയാ. ഞാൻ ഇത് ഇന്ന് വിളവെടുക്കുന്നില്ല. കണ്ടോ ഇവിടെ ഒക്കെ ഇതാ ഉള്ളി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളി ഉണ്ടാക്കിയാൽ ഉണ്ടാവും കേട്ടോ. ഈ ഉള്ളി എങ്ങനെ ഉണ്ടായി എന്നുള്ള അറിയാം, നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വരുന്നത് നടീലുമായിട്ടാട്ടോ. അത് നടീൽ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളി നടാൻ വന്നതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിലേക്ക് കമൻറ്റ് വരികയായിരുന്നു വിളവെടുപ്പും കാണിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വിളവെടുപ്പും കാണിക്കും, പിന്നെ പുതിയ ഉള്ളി നടുന്നതും കാണിക്കും. കാരണം ഞാൻ ഉള്ളി നടുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഉള്ളി നടാലോ. അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന ഉള്ളിയൊക്കെ മുളച്ച് പോയാൽ എല്ലാവരും അത് കളയലൊക്കെ തന്നെ. അപ്പം അത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിയിൽ നിന്നും 8 എണ്ണം കിട്ടും. കുഞ്ഞുള്ളി മതി. അത് മുളച്ച് ഞാൻ വലിയ ഉള്ളി നട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി നട്ടിട്ടുണ്ട്. എല്ലാം ഞങ്ങളെ കാണിക്കും കേട്ടോ. കാരണം ഞാൻ നടുപോലെ എൻ്റെത് വീഡിയോ കണ്ട് നടുന്നവരുണ്ട്. അപ്പം അവർ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോവാം. ഞാനിപ്പം തക്കാളി നട്ടു, കാബേജ് നട്ടു, പച്ചമുളക് നട്ട്, വഴുതിന നട്ട്. നിങ്ങളും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ നടുന്നതൊക്കെ നിങ്ങളെയും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും എനിക്കിവിടെ കാബേജ് അതൊക്കെ നടാനുണ്ട്. അന്നേരം ഞങ്ങളെ കാണിക്കട്ടോ, നടാത്തവർക്ക് നടാലോ. അപ്പം ഞാൻ ഇന്ന് നടുന്നത് ഉള്ളിയാണ്. മുളച്ച് പോയി ഉള്ളി കുറച്ച്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങ് വന്നത്. അത് നടുകയും ചെയ്യുക, എൻ്റെ മുളച്ച് വലുതായി അതിൽ ഉള്ളി ചുറ്റുണ്ടായത് കാണിക്കും ചെയ്യുക, വിളവെടുക്കുകയും ചെയ്യുക ഒക്കെ വിചാരിച്ച് വന്നതാട്ടോ. എന്നാൽ വരി. ഞാൻ ഉള്ളി നടുന്നത് സിമൻറ്റ് ചാക്കിലാട്ടോ. സിമൻറ്റ് ചാക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ സിമൻറ്റ് ചാക്ക് കൊണ്ടുവന്ന കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചാക്ക് നിറയെ സിമൻറ്റ് സിമൻറ്റ് ഇത്ര വലുത് വേണ്ട, ഉള്ളിക്ക് ഇത്ര വലുത് വേണ്ട. എല്ലാ സിമൻറ്റ് ഇങ്ങനെ കൂത്തി അങ്ങ് നിറച്ചതാണ്. ഒരു വീട്ടിൽ നിന്ന് സിമൻറ്റ് പണി എടുക്കുന്ന വീട്ടിൽ പോയിട്ട് സിമൻറ്റ് ചാക്ക് തരുമെന്ന് ചോദിച്ചു നോക്കേണ്ടി. അവർ ബുദ്ധിമുട്ടായിക്ക് എടുക്കുക, അവർ ഒന്നായിട്ട് ഇങ്ങ് തരും. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്, അതിങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ സിമൻറ്റ് ചാക്കിൻ്റെ ബാക്കല്ല, ഇത് ഞാനിതിൻ്റെ മുമ്പ് നട്ടതാണ്. ഈ മുമ്പ് നട്ടതിൻ്റെ ഉള്ളി ഞാൻ ഒന്ന് പറിച്ചു വെക്കട്ടെ കേട്ടോ. കാണുന്നുണ്ട്, ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ തന്നെയാണ് നട്ടുണ്ടാക്കുക. ഉള്ളി കുറേ മാസത്തിന് എനിക്ക് വിളവെടുക്കാനുണ്ടാവും. കാരണം ഉള്ളി മൊത്തത്തിലൊന്നും ഉണ്ടാവുമെങ്കിലും നമുക്ക് വറവിടാനൊക്കെ ഫസ്റ്റാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് വിളവെടുത്ത് നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അത്ര അധ്വാനമൊന്നുമില്ല വിളവെടുക്കാനൊന്നും. എന്താ ഉണ്ട് ഇതാ കണ്ടോ, ഉണ്ടായി വരുന്ന് കണ്ടില്ലേ? 5 എണ്ണം ഉണ്ട്. ഉഷാറാട്ടോ, ഉണ്ടാകുന്നുണ്ട്. ഇനി വേറൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ തന്നെ കുഴിച്ചിടാം, വണ്ണം വെച്ചോട്ടെ. ഞാൻ ഓരോന്നൊക്കെ ഓരോ ദിവസം പറിക്കലുള്ളൂ. എന്താ 2 എണ്ണം വിളവെടുത്തുതാ. കണ്ടോ, ഒരു ചെറിയൊരു നാമ്പ് നട്ടിട്ടുണ്ടായത്. ഉഷാറല്ലേ? ഇപ്പോൾ ഉള്ളി നമ്മൾ വിളവെടുത്താൽ നമുക്ക് കൃഷി എടുക്കാം കേട്ടോ. ഇതാവശ്യം വരുമ്പോൾ മാത്രം എടുത്താൽ മതി. ഇപ്പം അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉണ്ടാവും എന്നുള്ളത് കാണിച്ച് തന്നതാ. ഇനിയും ഉണ്ടാവും, ചുറ്റും ഇനിയും ഉണ്ടാവും. അതിൻ്റെ ഞാൻ സിമൻറ്റ് ചാക്കിലാന്ന് പറഞ്ഞല്ലോ. സിമൻറ്റ് ചാക്ക് ബാക്ക് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് മറിച്ചിടുക. ഉള്ളിക്ക് വലിയ ചാക്കൊന്നും വേണ്ട. ഉള്ളി ഒരിക്കലും താഴോട്ടൊന്നും ഉള്ളി പോരാ. മേൽഭാഗത്തു നിന്ന് ഇങ്ങനെ ചുറ്റിട്ടാകുന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞെല്ലാം കുറേ പ്രാവശ്യം വിളവെടുത്തത് ഞങ്ങളെ കാണിച്ചെൻ്റെ ചാനലിൽ അതൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളി ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. ബാക്കോട്ട് പോയി നോക്കിയാൽ കാണാൻ കഴിയും. അപ്പം ഞാൻ ഈ സിമൻറ്റ് ചാക്കിലേക്ക് പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ചീമക്കൊന്നൻ്റെ ഇടുക. ചീമക്കൊന്ന പറഞ്ഞാൽ ഈ ഇല ചാണകത്തിന് പകരാ. ഇതൊക്കെ വേലിമേലൊക്കെ നിറച്ചും ഉണ്ടാവും. ഇത് റോഡ് സൈഡ് വേലിമെന്ന് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. ഇത് പൊട്ടിക്കുന്നോറും ഇതിന് ശക്തി കൂടും. ഈ ചെടിക്ക് നിറച്ച് തളിരുണ്ടാവും. ഇപ്പോൾ സങ്കടപ്പടിയൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതങ്ങിട്ട് കൊടുത്ത് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണൊക്കെ എൻ്റെത് നല്ല അടിപൊളി മണ്ണാ. മണ്ണ് ഞാൻ
കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അതുകൊണ്ട് മണ്ണ് ഞാൻ കയ്യൊറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മണ്ണ് അതിലേക്ക് എടുത്തത്. അപ്പോൾ കയ്യൊറ ഇട്ടില്ലെങ്കിലൊന്നും പറയരുത്, കാരണം ഞാൻ അത്രക്ക് നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം കൊണ്ടുവന്ന് ഒന്ന് ലെവല് ചെയ്യിക്കുക. ഉള്ളിക്ക് അങ്ങനെ അങ്ങോട്ടേക്കൊന്നും വേണമെന്നൊന്നുമില്ല. ഞാൻ എന്നോട് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ മഴയത്ത് ഉള്ളി ഉണ്ടാകുമോന്ന്. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ പാത്രം ഒന്നും മഴയത്ത് വെച്ചിട്ടില്ല, ഒക്കെ ഇങ്ങനെ സൈഡിലാ. എന്താ ഇവിടെതാ കാണുന്നുണ്ടോന്ന് അറിയില്ലതാ, ഇത് ഉള്ളി ഞാൻ ഹാങ് ചെയ്തുണ്ടാക്കിയതാ. ഇതൊന്നും മഴ കൊള്ളൂര, ഞാൻ നനച്ചു കൊടുക്കല. ഇതൊക്കെ നിറച്ചുള്ളി ഉണ്ട്, ഞാൻ നോക്കിയിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കും എന്താ സ്ഥിതി എന്നറിയാൻ. നട്ടുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തായി നോക്കാൻ അതിനേക്കാളും ഇഷ്ടമാണ്. ഇനി ഞാൻ എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റ് ഇടട്ടെ കേട്ടോ. മണ്ണിട്ട് ഇതൊക്കെ ഇട്ട് ഉള്ളിക്ക് അങ്ങനെ പുന്നായിരിക്കൊന്നും വേണ്ട. എങ്ങനെയായാലും ഇത് ഉള്ളി ഉണ്ടാവും, എനിക്കുണ്ടായിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ കരിയില കമ്പോസ്റ്റ്. ഇത് നിറച്ചുണ്ടായിരുന്നു, ഇങ്ങനെ തുന്നി കെട്ടിയതായിരുന്നു. അതെല്ലാം എടുത്ത് തീർന്ന്. ഇപ്പം അതാ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ദിവസേന അടിച്ചു വരുന്ന മുറ്റടിച്ച് വരുന്ന തോട്ടടിച്ച് വരുന്നതൊക്കെ കൊണ്ടുപോയി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട് അങ്ങ് കെട്ടി വെച്ചാലുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി മണ്ണിടുക. ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോയി ഇടുക. പച്ചക്കറി വേസ്റ്റ് അങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് നോക്ക്, എന്തൊരു ചാണകം വരെ തോറ്റുപോകും. നല്ല കളറാ. ഇത് എപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കും. ഇത് അത്രക്കും പവർഫുള്ളാണ്. ഇതങ്ങ് ഇട്ട് കൊടുത്താൽ വേറെ എല്ലുപൊടി വേപ്പും പിണ്ണാക്കൊന്നും വേണ്ട, ഈ നൊക്കുന്ന ഒന്നുമില്ല. ഇതെല്ലാവരും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. കാരണം ഇതിന് 5 ചില്ലിക്കാശും മുടക്കില്ല. ആരോണ്ടും പൈസ തരും എനിക്ക് വളം വാങ്ങണം എന്നൊന്നും പറയന്നെ വേണ്ട. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. കരിയില കമ്പോസ്റ്റ് ഇതാ, കരിയില കമ്പോസ്റ്റ് ഇടുന്നു. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ഇടുന്നില്ല. ഇതൊക്കെ ഒന്ന് ചുറ്റുമാക്കട്ടെ. ഇനിയൊന്ന് അമരുമ്പോൾ എന്തെങ്കിലും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ വിശ്വസിക്കാനാകുന്നില്ല അല്ലേ. ഇതിൻ്റെ ഇരുണ്ട കളറ് അത്രക്കും വളമുണ്ട് ഇതിന്. ഇനി ഞാൻ എൻ്റെ ഉള്ളി കൊണ്ടുവരട്ടെ. ചെറിയുള്ളിയാണ് നടുന്നത് കേട്ടോ. ഞാൻ ചെറിയുള്ളിയും വെല്ലുള്ളിയും ഒക്കെ നടുന്നുണ്ട്. വെല്ലുള്ളി നട്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം, വലിപ്പം വെച്ചതൊക്കെ. അപ്പം ചെറിയുള്ളിയാണ് നടാൻ പോകുന്നത്. ഇതാ എൻ്റെ ചെറിയുള്ളി. 2 ചെറിയുള്ളി മുളച്ച് കണ്ടങ്ങൾ എന്നെ ദേഷ്യം പിടിക്കും. ഇക്കോലത്ത് മുളപ്പിച്ച് കളഞ്ഞോന്നുള്ളത്. ഇത് മുള വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കൂല. ഞാൻ ഏതെങ്കിലും ചെടിനെ വട്ട് കൊണ്ടുപോയി അങ്ങ് ഇടും. അങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് അടി വേരൊക്കെ പിടിച്ചതായത്. ഇതാ വേറൊന്ന് കണ്ടോ. ഇനി അതിനേക്കാളും വേര് പിടിച്ചിരുന്നു. ഭയങ്കര വേര് പിടിക്കലാണ് പിടിച്ചത്. വേര് പിടിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ചെടിനെ വട്ടം ഇട്ടിട്ടേലും കുഴിച്ചിട്ടിട്ടൊന്നുമില്ല. അപ്പം ഇതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. ഇതാ ഇത്രയുള്ള ചെറിയ ചെടി പിന്നെ ഇത് നട്ടതാണ് ഞാൻ. ഇത് കുറച്ച് വലിപ്പമുണ്ടതാ. ഇത്രയുള്ള നട്ടതാണ് ഞാൻ. നിങ്ങൾക്ക് ഇപ്പം 4-5 എണ്ണം ഉണ്ടായത് കണ്ടില്ലേ, ഇത് നട്ടതാ ഇതേപോലത്തത്. ഇപ്പം ഞാൻ ഇത് നടാൻ പോവുക കേട്ടോ. ഇത് കുറച്ചായി ഇപ്പം മുളച്ച് ഈ വലുപ്പത്തിലായിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ മെനക്കെടുന്ന പൈനാണല്ലോ. ഓരോരുത്തരും കൃഷി എടുക്കുക, നന്നായിട്ട് വിളവ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. 5 എണ്ണമൊക്കെ മതി ഇതിൽ. കാരണം ഇതിൻ്റെ ചുറ്റും 8 എണ്ണം പോലും ഉണ്ടാവും. അപ്പം കുറച്ച് വിട്ട് നടണം. അങ്ങനെ വിജയകരമായിട്ട് എൻ്റെ ഉള്ളി നടിയിൽ കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പഴയ ഉള്ളി നട്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പഴയ ഉള്ളിയൊക്കെ നട്ട് കണ്ടാൽ ഇതിന് മുമ്പ് ഞാൻ വിളവെടുത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്നുള്ള അറിയില്ല. എൻ്റെ കൃഷി ഞാൻ നട്ട് കണ്ട അതുപോലെ നടുന്നവരുണ്ട്. അവരോട് പറയാണ് ഉള്ളി മുളച്ചൊക്കെ നട്ടോളൂ കേട്ടോ. എനിക്കൊന്ന് കാണായിരുന്നു എല്ലാവരും നട്ട്. ഓരോരുത്തർ നട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നൊരു കമൻറ്റ് കണ്ട് ചെടിയൊക്കെ നടൂ. അങ്ങനെ ഞാൻ മടി പിടിച്ചിരിക്കുന്നു ഒഴിവാക്കിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയാൽ വീണ്ടും ആവേശത്തോടു കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്നത് കണ്ടിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ കൃഷി എടുക്കുന്നവരൊക്കെ കമൻറ്റ് ഇടണേ, ഞാനും കൃഷി ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയവരാണെങ്കിൽ. അങ്ങനെ അപ്പം ഞാൻ ഉള്ളി നട്ടു. ഇനി ഞാൻ വളർന്നത് കാണിച്ചു.
ഇത് ഒരു ഉള്ളി അത് ഹാങ് ചെയ്തതാ. ഹാങ് ചെയ്തിട്ട് കാരണം എനിക്ക് സ്ഥലമൊന്നുമില്ല, ഹാങ് ചെയ്ത് അങ്ങ് തൂക്കി അങ്ങ് ഇട്ട്. മഴ കൊള്ളിച്ചിട്ടുമില്ല കേട്ടോ, ഞാൻ നനച്ചു കൊടുക്കല. നോക്കി ഉണ്ടായത് നല്ല ഉഷാറിലുണ്ടായിട്ടുണ്ട്. ഇത് അവിടെ ഇവിടെ കണ്ടില്ല വലിപ്പം വെച്ചുണ്ടായത്. ഇതിലൊക്കെ നിറച്ചുള്ളി ഉണ്ട്, ഞാൻ നോക്കിയതാ. ഇവിടെ കണ്ടില്ലേ. ഇനി എൻ്റെ ഇത് ഞാൻ പിന്നെ വിളവെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നതാ. ഇതിൽ ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെന്താ പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, വെള്ളക്കുപ്പി, അത് ഒഴിവായത് റോട്ടുമ്പോൾ കിട്ടിയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പള്ളഭാഗം കട്ട് ചെയ്തിട്ട് ഉള്ളി നട്ടു കൊടുത്തതാ. ഉള്ളിക്ക് ഫസ്റ്റാ. ഇത്ര മണ്ണ് മതി. ഇതൊക്കെ നല്ല ഉഷാറുണ്ടായിട്ടുണ്ട്. അവിടെ ഒന്ന് അങ്ങനെ തന്നെ അവിടെ കണ്ടോ. ഇവിടെ ഇതെല്ലാം ഞാൻ നട്ടു കൊടുത്തതാ. ഒഴിവുള്ളോടത്തൊക്കെ നടു. ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചത് കൊണ്ട് ഓരോ സൂത്രവിദ്യ ചെയ്യല. നമുക്കിപ്പോൾ ഉള്ളി കിട്ടിയല്ലേ വേണ്ടത്. ഇതിൽ നട്ടാലെന്താ. ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടു. ഇത് കണ്ടോ ഉണ്ടായത് അടിപൊളിയായിട്ട് നല്ല ഉഷാറുണ്ടായിട്ടുണ്ട്. ഇനി വേറൊന്ന് ഇവിടെ ഒരു ഉള്ളി ഉണ്ടായി വരുന്നത്. ഇത് വെല്ലുള്ളിയാട്ടോ. ഇത് ചാക്കിൽ കപ്പ നട്ടതാട്ടോ. അതിൻ്റെ സൈഡിൽ ഞാൻ ഒരു ഉള്ളി നടുന്നത് കണ്ടോ. ഈ ഉള്ളി ആളായി കഴിഞ്ഞാലും കപ്പ പതുക്കല്ലേ ആളാവുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ അങ്ങ് നട്ടു കൊടുത്തതാ. കണ്ട ഉള്ളി ഉഷാറായിട്ട് വരുന്നത്. ഇതൊരു ഉണ്ടായത്. അത് വേറൊരു കപ്പൻ്റെത്. വേറെ കപ്പൻ്റെ മുളച്ച് വരുന്നത് കണ്ടോ. ഞാൻ സൈഡിൽ അങ്ങ് നട്ടു കൊടുത്തതാ 2 എണ്ണം. അങ്ങനൊക്കെ നമുക്ക് നടാം, സ്ഥലമില്ലെങ്കിൽ. ഉള്ളിക്ക് അത്രയും സ്ഥലം വേണ്ടു, പക്ഷെ നല്ല വെയിലിട്ടിയാൽ നല്ലതാ. ഇത് വേറൊരു പാത്രത്തിൽ നട്ടത്. അങ്ങനെ കുറേ പാത്രത്തിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളി നടൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഉള്ളി മുളച്ച് പോയാൽ നടണേ. അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മുളച്ചാലും നടാം, നന്നായിട്ടുണ്ടാവും. അപ്പോൾ നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാനും നട്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം എൻ്റെ കണ്ടിട്ട് കുറേ പേര് നടുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.